പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇങ്ങനെ മത്സരങ്ങൾ പൊടിപൊടിക്കുമ്പോൾ ഞങ്ങളുടെ പുറകില് ഈ ദൃശ്യ ചാരുത കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താ സംഭവിക്കാൻ പോണേന്നല്ലേ. നല്ല മനോഹരമായൊരു നൃത്തത്തിലേക്കാണ്, സംഘനൃത്തമാണ്. സംഘനൃത്ത മത്സരം പുരോഗമിക്കുകയാണ് നമ്മുടെ മുഖ്യവേദിയിൽ. അപ്പോൾ ഇപ്പോൾ ഒരു മത്സരം കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ടേ ഉള്ളൂ. നമുക്ക് അവരുടെ പ്രകടനത്തിലേക്ക് ആദ്യം പോവാം. കേമി ആട്ടക്കളരി പൂർത്തീകരിച്ചു. ഇനി നിങ്ങൾക്ക് അരങ്ങിലേക്ക് ചേക്കേറാം. അതേ ഗുരുനാഥ, ഇനി ആയോധന കളരി കൂടി പൂർത്തീകരിക്കേണ്ടതുണ്ട്. പെണ്ണായി പിറന്ന നിങ്ങൾക്കെന്തിനു കളരി? വലതു മാറി ഇടതു തൊട്ട് കച്ച കെട്ടി നെയ്യുറച്ച് ദേശം താണ്ടി വരണുണ്ട് കളരി മക്കൾ ഞങ്ങൾ. കളരികളും കഥകളിയും നിറഞ്ഞാടിയ തിരുവല്ലൂർ ദേശം, അവിടെ ആയോധന കളരിച്ചുവടിൻ അധിപനായൊരു കേമൻ കണ്ണൻ. തിരുവല്ലൂർ കാവിലെ ഉത്സവനാളിൽ ചോടുവച്ചു മെയ്യുറയ്ക്കും നേരം കണ്ടു ആട്ടക്കളരിയിൽ വെച്ചവൻ ദേവി ഉമയെ. എത്ര മനോഹരമായ ഒരു കഥ പറഞ്ഞു അല്ലേ? അതെ അതെ. നമ്മൾ ഒരു കാര്യം, നമ്മൾ ഈ പല പല വേദികളിലും സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. സംഘനൃത്തത്തിലും അത് ഉണ്ട് എന്നുള്ളത് സന്തോഷകരമാണ് അല്ലേ? സ്ത്രീകൾ എന്തിനാണ് കളരി പഠിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങള്. അതുപോലെ മറുപടി, ഇവരുടെ ഈ വേഷം നല്ല ഭംഗിയുണ്ട്. കുഴിപ്പള്ളി സെയിന്റ് അഗസ്റ്റിൻസ് HSS ആണ്. നിങ്ങളിങ്ങനെ മത്സരങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ടയർഡായോ? കുറെ ദിവസം എടുത്തോ അത് പഠിച്ചെടുക്കാൻ? 4 മാസം. ഈ ഒരു ഐഡിയ ആരുടെയാ? ശശി സാറും ശശി സാറിനെ. ശശി സാറ്. അപ്പൊ ശശി സാറിനും ഒരു കുഡോസ് കൊടുക്കണം, കാരണം ഇങ്ങനത്തെ വിഷയം കൂടുതൽ കൂടുതൽ വരുമ്പോ നമുക്കും സന്തോഷമാണ്. അപ്പോ നമുക്ക് വീണ്ടും കാണാം. അനുജ, ഇത്തവണ കലോത്സവത്തിൽ ഇങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങൾ നമ്മൾ കണ്ടു അല്ലെ? അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട് ഈ പ്രാവശ്യം ശരിക്കും പറഞ്ഞാല്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.